ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ ജന്മദിനമാണ് നാളെ. ജന്മദിനം രാജ്യമാകെ ആഘോഷിക്കുമ്പോൾ തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള ഈ കാഴ്ച നാടിനാകെ നാണക്കേടാണ്. തിരുവനന്തപുരം കല്ലറ ഭരതനൂർ അംബേദ്കർ കോളനിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ജനാധിപത്യ കേരളത്തിന് നാണക്കേടാകുന്ന കാഴ്ച. ഈ ദുരവസ്ഥയ്ക്ക് വഴിയൊരുക്കിയ ചരിത്രം ഇങ്ങനെയാണ്. 20 വർഷങ്ങൾക്ക് മുൻപ് അന്ന് മന്ത്രിയായിരുന്ന A.K. ബാലനാണ് ഈ പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്തത്. അംബേദ്കറുടെ മുഖവുമായി പ്രതിമയ്ക്ക് യാതൊരു സാമ്യവുമില്ലെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അധികൃതർ പ്രതിമയുടെ തല വെട്ടിമാറ്റി. പുതിയ തല സ്ഥാപിച്ച് പ്രതിമ മനോഹരമാക്കുമെന്നായിരുന്നു ഉറപ്പ്. അന്നു മുതൽ 17 വർഷമായി ആ ഉറപ്പിന്റെ അവസ്ഥ ഇതാണ്. നാട് അറിയപ്പെടുന്നത് തന്നെ അംബേദ്കർ കോളനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ മഹത് വ്യക്തിയുടെ പേരിലാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളും ഭരണകർത്താക്കളും നമ്മളോട് കാണിക്കുന്ന, അതായത് ഈ പ്രതിമയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവാണ് ഈ തലയില്ലാത്ത ഈ പ്രതിമയെന്ന് പറയുന്നത്. പ്രതിമ പൂർത്തിയാക്കുമെന്ന വാഗ്ദാനം നൽകാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ പ്രദേശത്തില്ല. എന്നാൽ വോട്ട് പെട്ടിയിലാകുന്നതോടെ നേതാക്കളും അധികൃതരും അംബേദ്കറെയും കോളനിവാസികളെയും ഒരുപോലെ മറക്കുകയാണ് പതിവ്. അപ്പോൾ ഇത് ചെയ്തു വെച്ചപ്പോൾ ഇതിൻ്റെ തലയ്ക്ക് അംബേദ്കർ രൂപം അല്ലാതെ വന്നതുകൊണ്ട് ആരോ നീക്കം ചെയ്തു. അതിൻ്റെ പേരിൽ കേസായി. ആ കേസിൻ്റെ പേരിലാണ് ഈ പ്രതിമ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അംബേദ്കർ അവഹേളിക്കുന്ന നമുക്ക് ഭയങ്കര ദുഃഖകരമായൊരു കാര്യമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.